ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള ഇലത്തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 10 ഇലത്തോരൻ, 7 ഇലത്തോരൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് കിട്ടുന്ന ഇലകൾ അനുസരിച്ച് നമുക്കിതിൻ്റെ പേര് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കിട്ടിയിട്ടുള്ള ഇലകളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയാലോ. അപ്പോൾ ഓരോ നാട്ടിലും കിട്ടുന്ന ഇലകൾ നമ്മൾ എടുക്കുന്ന രീതികളും ഒക്കെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇലകളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ പയറിൻ്റെ ഇലയാണ് കേട്ടോ. പയറിൻ്റെ ഇല, കുറ്റിപ്പയറിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതേപോലെ തളിരില നോക്കിയിട്ട് നമ്മളെപ്പോഴും എടുക്കുക. തളിരില ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പേരിക്ക് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ മത്തൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മത്തൻ്റെ ഇല അതെ ഒരുപാട് മൂക്കുന്നതിന് മുന്നേ പൊട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പേരിക്ക് ഒരു ചെറിയൊരു കയ്പ്പ് രസം വരുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അതുപോലെ മഴക്കാലമാണ്, ഇലകളൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് മാത്രം എടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ മത്തൻ്റെ ഇല ഇതേപോലെ പുറകുവശത്തുള്ള ഈ ഒരു നാര് നമുക്ക് എടുക്കണം. അപ്പോൾ ഞാനത് എന്തായാലും കാണിച്ചു തരാം. അടുത്തതായിട്ട് നമ്മൾ ചേനയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ചേനയുടെ ഇലയൊന്നും കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇലകളുടെ അടിവശമൊക്കെ നല്ലോണം നമ്മൾ നോക്കിയെടുക്കുക. അതുപോലെ ചേമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതുപോലുള്ള തൂമ്പിലയാണ് നമ്മൾ എടുക്കുക. ഇത് ഇങ്ങനെ ചുരുണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അരിയുന്ന സമയത്ത് ചെറിയൊരു കറയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സാദാ ചീരയാണ്, പച്ച ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് കുമ്പളത്തിൻ്റെ ഇലയാണ്. അപ്പോൾ കുമ്പളവും അതെ നമ്മൾ പൂവ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതേപോലെയാണ് നമ്മുടെ കുമ്പളൻ്റെ ഇല ഉണ്ടാവുക. മത്തൻ്റെ ഇലയും കുമ്പളൻ്റെ ഇലയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മുടെ മുളകിൻ്റെ ഇല, ഇത് നമ്മുടെ അരിമുളക്, കാന്താരി മുളക് എന്നൊക്കെ പറയുന്ന ചെടി ഉണ്ടല്ലോ, അതിൻ്റെ ഇലയാണ്. അടുത്തതായിട്ട് നമ്മുടെ കന്നിത്തുവ നമ്മുടെ കർക്കിടക മാസത്തിൽ മാത്രമാണ് നമ്മൾ ഇത് വെച്ചിട്ട് കറിയോ തോരനൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഈ സമയത്ത് മാത്രമാണ് ഇതിന് ചൊറിച്ചിലുണ്ടാവാത്തത്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കാറുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ റെഡിയാക്കി തുടങ്ങിയാലോ. ഞാൻ നല്ലോണം കഴുകി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഇലകളാണ്. അപ്പം നിങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലയുടെ അടിവശമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. വല്ല പുഴുവോ പാറ്റിയൊക്കെ ഉണ്ടായിക്കോളാതെയില്ല. അപ്പോൾ നമുക്കിനി മത്തൻ്റെ ഇല നേരാക്കി തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ഈ മത്തൻ്റെ ഇലയുടെ ഈ അടിവശത്തുള്ള ഈ ഒരു നാരുണ്ടല്ലോ, അത് ഇതേപോലെ നമ്മളൊന്ന് വലിച്ചെടുക്കണം കേട്ടോ. ഇതേ മത്തൻ്റെ ഇല വെച്ചിട്ട് നമ്മളൊരു താളിപ്പ് ഉണ്ടാക്കാറുണ്ടേ. നമ്മൾ മുരിങ്ങയിലൊക്കെ ചെയ്യാറില്ലേ കഞ്ഞിവെള്ളത്തിൽ, അതേപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഇലക്കറികളാണ്. നമ്മൾ ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഫുഡിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇതാ ഇലകളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് തന്നെ ഞാൻ ഇതേപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇലകളൊക്കെ പല പല വേവുകളുള്ള ഇലകളായതുകൊണ്ട് ഏകദേശം ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളിതാ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഇലകളൊക്കെ നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ തോരൻ ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അധികം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുകയായിരിക്കും ഇതിന് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. അടുത്തതായിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുകയാണേ. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മുടെ ഇലക്കറികളിലും അതുപോലെ തോരനിലൊക്കെ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നാറുണ്ട്. ഇനി ഒരുപാട് നമ്മൾ അങ്ങോട്ട് വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് നിറം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇലകളുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലക്കറികൾ നമുക്ക് ഒരുപാട് വേവൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം കനം കുറഞ്ഞ് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. ഇത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈ ഇലക്കറികൾ ഉണ്ടാക്കുമ്പോഴും തോരൻ ഉണ്ടാക്കുമ്പോഴും കുറച്ച് തേങ്ങ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് വാടി കഴിയുമ്പോഴാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് എപ്പോഴും അധികം ആവാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. ഇത് ഞാൻ മാത്രം ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് വാടി, അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരി അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ. കാന്താരിയാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോഴത്തേനും നമ്മുടെ ഇലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം നമ്മുടെ തൂമ്പ ഇലകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അരപ്പ് എപ്പോഴും റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിനി അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം നമ്മുടെ ഈ തോരൻ അവസാന സ്റ്റേജിലെത്തി കേട്ടോ.
അപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ നമ്മളിത് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡൊക്കെ നല്ല ശുദ്ധി വരുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ഇലക്കറികൾ നമ്മുടെ ശരീരത്തിന് എന്തായാലും നല്ലത് തന്നെയാണ്. ഇനി നമ്മുടെ ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഇലത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 ഇല ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഇലകൾ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം.